നമ്മൾ ലോകത്തിൽ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് പെൻസിൽ വെച്ച് വരയ്ക്കാൻ പോവാ. ഈ ഒരു ഐഡിയ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചാറ്റ്ജിപിടി ചോദിച്ചു വിച്ച് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പെൻസിൽ ഇൻ ദ വേൾഡ്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഫാബ്രിക് കാസ്റ്റന്റെ പ്ലാറ്റിനം കോട്ടഡ് ഗ്രാഫോൺ പെർഫെക്റ്റ് പെൻസിൽ എന്നാ. കുറഞ്ഞത് 90,000 രൂപയെങ്കിലും ആവും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അപ്പുറത്തെ കടയിൽ പോയി 5 രൂപയുടെ അപ്സര പെൻസിൽ വാങ്ങിച്ചിട്ട് വന്ന്. സോ ഇന്ന് നമുക്ക് ഈ 5 രൂപയുടെ അപ്സര പെൻസിൽ വെച്ച് വരയ്ക്കാം. എല്ലാരും പറയും എക്സ്പെൻസീവ് ആർട്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലോണം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്കന്ന് മാറ്റി കൊടുക്കാം. മിസ്റ്റർ ബീന്റെ ഈ ഒരു പിക്ചറാണ് ഞാനിവിടെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പെൻസിലിൽ എക്സ്ട്രാ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടെ തന്നെ ഗുഡ് ഫോർ ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കത് ഗുഡ് ഫോർ പെൻസിൽ ഡ്രോയിങ് എന്നാക്കാം. ഞാൻ ഓൾറെഡി സ്കെച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതും നമ്മൾ ഈ അപ്സരയുടെ പെൻസിൽ വെച്ച് തന്നെയാണ് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ ഈ നെറ്റിയുടെ ഭാഗങ്ങളാണ് ചെയ്യുന്നത്. ലൈറ്റ് വീഴുന്ന ഭാഗങ്ങളാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ പ്രഷർ കുറച്ചാണ് നമ്മളിവിടെയൊക്കെ ചെയ്യുന്നത്. നെറ്റിയിലെ ചുളിവ് കൊടുക്കാൻ വേണ്ടി നല്ലോണം പ്രഷർ കൊടുത്താണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. HB പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡാർക്ക് വേണമെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും പെൻസിൽ ഷാർപ്പാക്കി വെക്കണം. ഹെയർ നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഞാനിവിടെ പെൻസിൽ നല്ലോണം ഷാർപ്പ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഓരോ ഹെയർ ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം ലെഡ് ചെറുതായതുകൊണ്ട് കുറേ സമയം എടുക്കും. സോ ഞാൻ റൂൾസ് ഒന്നും നോക്കാതാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. ആദ്യമൊന്നും എനിക്ക് ഇതിൻ്റെ പ്രഷർ അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചെയ്താണ് ഇതിൻ്റെയൊക്കെ പ്രഷർ എനിക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. ചിലയിടത്തൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രഷർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വരച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ലെഡ് ചെറുതായതുകൊണ്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ ഏരിയാസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ പെൻസിൽ മാത്രമേ ഉള്ള 5 രൂപയുടെ യൂസ് ചെയ്തത്. പ്രിന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അത്രയും ഡാർക്ക്നെസ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്താൽ മതി. സ്കിന്നിൽ ഡോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഷാർപ്നർ എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡിൽ വേണ്ടി ഇതേപോലെ പെൻസിൽ ഇട്ട് ഉരയ്ക്കുക. പിന്നീട് ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ടിഷ്യൂ പേപ്പർ 4ആയി മടക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡ്രസ്സിലെ സ്ട്രക്ചേഴ്സ് ഒന്നും വരയ്ക്കാനൊന്നും ഞാൻ നിന്നില്ല, കാരണം അത് വരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു. കൂടാതെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഡാർക്ക്നെസ് ഒറ്റ ലെയർ ഇപ്പോൾ കിട്ടുന്നില്ല, എനിക്ക് കൂടുതൽ ലെയർ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. Va para la sala, se pusieron la manera, pata, pioco, 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 pioco.
നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ ഡാർക്ക് ലൈൻസ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നതിന് മുന്നേ പേപ്പർ ക്ലീൻ ആക്കാൻ മറന്നുകൊണ്ടാണ്. പേപ്പറിലെ ചെറിയ ചെറിയ പൊടികളുടെ മുകളിൽ കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വര വീഴും. സോ ഷെയ്ഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഫിംഗർ വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ബ്രഷ് വെച്ചോ എന്തെങ്കിലും വെച്ചോ ഒന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്. Mas que mamada legal. ഫൈനലി ഗൈസ്, നമ്മൾ മോസ്റ്റ് എക്സ്പെൻസീവ് പെൻസിൽ വെച്ച് വരച്ച ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വരാം. Dime qué es lo que pasa. Vente pa' mi casa. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലെ പുതിയ വീഡിയോസ് ഒക്കെ ലഭിക്കണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വേറെ എല്ലാവർക്കും ബൈ.